ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കായയിൽ മോര് ഒഴിച്ചിട്ടുള്ള കറി വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കായ അരിഞ്ഞിട്ടത് ഇടാം. അതിലേക്ക് അരമുറി തക്കാളി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. അത് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അത് പച്ചക്കായ വേവുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കഷ്ണം സവോളയാണ് ഇട്ടെടുത്തുള്ളത്. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് വെള്ളം. ജീരകം എടുക്കുമ്പോൾ നല്ല ജീരകമായിരിക്കണം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കായ ഇവിടെ 3 വിസിലൊക്കെ വന്നപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു ചട്ടി എടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞോട്ടെ. മോരൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അപ്പോൾ തിക്കായിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ മോര് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പുളി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് മോരും കൂടെ ആഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പം മോര് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിനൊരു വറവ് കൊടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക്, കറിവേപ്പില ഇവ ആഡ് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ മോര് കറി. വളരെ എളുപ്പത്തിലുണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.